നിയമസഭാ തെരഞ്ഞെടുപ്പിനിതാ കൊടുവള്ളിയിൽ വിവാദ വ്യവസായി കാരാട്ട് ഫൈസലിനെ പരിഗണിക്കുകയാണ് CPIM. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാരാട്ട് ഫൈസൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. PT റഹീം കുന്നമംഗലത്ത് തന്നെ മത്സരിക്കും. VS രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, എന്തുകൊണ്ട് വീണ്ടും കാരാട്ട് ഫൈസൽ എന്ന പേരിലേക്ക് എത്തുന്നു CPIM? കൊടുവള്ളി സീറ്റ് തിരിച്ചു പിടിച്ചെടുക്കാൻ അവിടെ കാരാട്ട് റസാഖായിരുന്നു നേരത്തെ സ്ഥാനാർത്ഥിയായി കൊടുവള്ളി പിടിച്ചെടുക്കാൻ CPM-നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ കാരാട്ട് റസാഖ് മത്സരത്തിനില്ല. അതുകൊണ്ട് തന്നെ ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള ഒരാൾ, വിമത ലീഗായി മത്സരിക്കാൻ സാധിക്കുന്ന ഒരാൾ, ആ ലീഗ് വോട്ടുകൾ കൂടി പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരാൾ എന്ന മട്ടിലാണ് കാരാട്ട് ഫൈസലിനെ അവിടെ പരിഗണിക്കുന്നത്. നേരത്തെ PT റഹീം MLA കുന്നമംഗലത്ത് നിന്ന് കൊടുവള്ളിയിലേക്ക് മാറ്റി കൊടുവള്ളി പിടിച്ചെടുക്കാം എന്നൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ PT റഹീം കുന്നമംഗലത്ത് തന്നെ മത്സരിക്കട്ടെ എന്നാണ് CPM ഇപ്പോൾ കണക്കാക്കുന്നത്. അതിനു പകരം കാരാട്ട് ഫൈസലിനെ കൊടുവള്ളിയിൽ മത്സരിപ്പിച്ച് കൊടുവള്ളി പിടിച്ചെടുക്കാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം CPM പ്രകടിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കാരാട്ട് ഫൈസൽ ഇത്തവണ നഗരസഭാ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ കാരാട്ട് ഫൈസൽ വിജയിക്കുകയും ചെയ്തു. നേരത്തെ MSF-ന്റെ ഒക്കെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി ലീഗ് പ്രവർത്തകനായിരുന്ന കാരാട്ട് ഫൈസൽ PT റഹീമിനൊപ്പം പോവുകയായിരുന്നു. PT റഹീമിനൊപ്പം ഉണ്ടായിരുന്ന വായോളി മുഹമ്മദ് കുട്ടിയാണ് പിന്നീട് പരിഗണിക്കപ്പെട്ടത്. പക്ഷെ വായോളി മുഹമ്മദ് കുട്ടിയും കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അതോടുകൂടി അദ്ദേഹം പിന്മാറുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ CPM നിലവിൽ വളരെ സജീവമായി പരിഗണിക്കുന്ന പേര് കാരാട്ട് ഫൈസലിൻ്റെതാണ്. ശരി, ഏതായാലും കാരാട്ട് ഫൈസലിനെ തന്നെ പരിഗണിക്കുന്നു എന്നാണ് VS രഞ്ജിത്ത് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.